വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോഴും മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിൽ ഉറച്ച വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിന് പിന്നിൽ CPIM ആണെന്ന ആരോപണമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉന്നയിക്കുന്നത്. മുസ്ലിം സംഘടനകൾ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ ഹിന്ദു സംഘടനകൾ വെള്ളാപ്പള്ളിക്ക് പിന്നിൽ ഉണ്ട്. ഇതിനിടെ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കളും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി. പക്ഷേ CPIM നേതൃത്വം ഇതുവരെ ഇക്കാര്യത്തിൽ നിലപാട് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ്. ഞാൻ ഗുരുദേവനെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള എല്ലാവരും. ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളത്തിൽ, അല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത്. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ്. ഭരിക്കുന്ന ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഇവിടുത്തെ സമുദായ സൗഹാർദ്ദം തകർക്കാൻ, മതസൗഹാർദ്ദം തകർക്കാൻ, ഇവിടുത്തെ മതേതരത്വത്തെ കരിവാരിത്തേക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരാളായിട്ടാണ്. അദ്ദേഹത്തിനിപ്പോൾ ഏറ്റവും ഈ നാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിന് അമരത്തിരിക്കുന്നതിന് പകരം RSSന്റെ നേതൃത്വം അദ്ദേഹത്തിന് ഏറ്റെടുക്കണം. അദ്ദേഹത്തിന് ഏറ്റവും കരണീയമായ പോസ്റ്റ് പദമാണ് RSSന്റെ നേതൃത്വം. പ്രസ്താവന വൻ വിവാദമാകുമ്പോഴും നിലപാടൊന്നുകൂടി കടുപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി. കാന്തപുരം എന്തു പറഞ്ഞാലും തന്നെ കത്തിച്ചാൽ തന്നെയും നിലപാടിൽ മാറ്റമില്ല എന്ന് വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ്. പ്രസ്താവനയിൽ കേസെടുക്കാൻ വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളിയുമുണ്ട്. എൻ്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. അവർ 24 മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആണ് എന്നെ ജാതിക്രോപരമായി പറയുന്നു. സത്യം തുറന്നു പറഞ്ഞാൽ എൻ്റെ കോലം കത്തിക്കും. ഈ കോലം കത്തിക്കലല്ലേ, എൻ്റെ കോലമല്ല. എന്നെ കത്തിച്ചാലും എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. എൻ്റെ മരണം വരെ ഞാൻ അതിനകത്ത് തുറച്ചിരിക്കും. ഞാൻ തീ കുരുത്തവനാണ്. വെയിലത്തൊരിക്കലും മാടത്തില്ല. എന്നെ തകർക്കാൻ, എൻ്റെ കോലം കത്തിക്കാൻ എന്ത് ഹീനമായത്. മുസ്ലിം സമുദായത്തോട് നമുക്ക് ആർക്കും വിരോധമില്ല. പക്ഷേ ആ നയം അവിടെ നമുക്കൊന്നും കിട്ടാത്തത് ചോദിച്ചാൽ മുസ്ലിം വിരോധമായി. മുസ്ലിം സംഘടനകൾ അതേ നാണയത്തിൽ വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകുമ്പോൾ ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ വെള്ളാപ്പള്ളിക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ജനസംഖ്യ കുറഞ്ഞു പോകുന്നു, പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്നു എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പരിഹാര മാർഗങ്ങൾ ഉണ്ടാവാം. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജാതിയും ജാതകവും ഒന്നും നോക്കാതെ തന്നെ യുവതി യുവാക്കളെ പെട്ടെന്ന് കല്യാണം കഴിച്ചവിടെ പ്രായമാകുന്ന സമയത്ത് ഇണയെയും തുണയും കണ്ടെത്തി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി കൊണ്ടും ആദ്യ ഘട്ടത്തിൽ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ തന്നെ അമ്മമാരാവാൻ മുസ്ലിം യുവതികൾക്ക് സാധിക്കുന്നു. അതിന് പരിഹാരം കാണേണ്ടത് വെള്ളാപ്പള്ളിയുടെ ഇടപെടൽ അദ്ദേഹം കാണുക എന്നല്ലാതെ അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ പഴിചാരി ഹിന്ദു സമുദായത്തിന്റെ പ്രീണന നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് തികച്ചും വർഗീയതയേക്കാൾ ഉപരി രാജ്യദ്രോഹപരമാണ് എന്ന് പറയേണ്ടി വരും. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടിത മതവിഭാഗങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന സാഹചര്യമാണ് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്. മുസ്ലിം ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നൊന്നായിട്ട് മുട്ടുമടക്കുന്ന ഒരു സമീപനം കേരളത്തിൽ എത്രയോ കാലങ്ങളായിട്ട് കേരളത്തിലെ ജനത കണ്ടുവരികയാണ്. മലപ്പുറത്ത് 4 നിയമസഭാ സീറ്റുകൾ കൂടി. 4 നിയമസഭാ സീറ്റുകൾ കൂടുമ്പോൾ ആലപ്പുഴയിൽ 2 കുറഞ്ഞു, പത്തനംതിട്ടയിൽ കുറയുന്നു. TG സജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, വിവാദപരമായ ഒരു പ്രസ്താവന നടത്തുന്നുവെന്ന് മാത്രമല്ല, പ്രസ്താവനയിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഈ വിവാദമായ പ്രസ്താവന സംഘടനാപരമായ ഒരു ചടങ്ങിലാണ് പറഞ്ഞത് എങ്കിൽ അത് ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചടങ്ങിൽ സംസ്ഥാനത്തെ മന്ത്രിമാരുണ്ടായിരുന്നു, പ്രതിപക്ഷ പാർട്ടി നേതാക്കളുണ്ടായിരുന്നു, BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണല്ലോ. വെള്ളാപ്പള്ളി ആർക്ക് വേണ്ടിയാണിത് പറയുന്നത്, ആർക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതാണോ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ പ്രധാന ചർച്ച? ഏത് തരത്തിലാണ് മതസാമുദായിക സംഘടനകളും ഒപ്പം രാഷ്ട്രീയ കേന്ദ്രങ്ങളും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ നോക്കിക്കാണുന്നത്?
അഭിലാഷ്, ഇത് മറ്റൊരു തലത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ സാഹചര്യം. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ആവർത്തിച്ചു എന്നതിനേക്കാൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ അജണ്ട പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ, ഇതിൽ CPM-ന്റെ അജണ്ടയുണ്ട്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ് ഇതിന് പിന്നിൽ എന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുക്കുന്നു. അതേസമയം മുസ്ലിം ലീഗും ആ നിലപാട് ആവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയം എന്നത് ചോദ്യമാണ് ഉണ്ടാവുന്നത്. ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും CPM നേതൃത്വം ഔദ്യോഗികമായി ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ CPM ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യവും ഉണ്ടാവുന്നു. മുമ്പ് മലപ്പുറം പ്രസ്താവന വെള്ളാപ്പള്ളി നടത്തിയതിന് ശേഷവും വെള്ളാപ്പള്ളിയെ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞ CPM നേതാക്കൾ പിന്നീട് അദ്ദേഹത്തോടൊപ്പം വേദികയിലെത്തുകയും അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. സമാന നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉണ്ടാകുന്നു. അവിടെയാണ് അഭിലാഷ് സൂചിപ്പിച്ച ഈ കൊച്ചിയിലെ ഇന്നത്തെ വേദിയിൽ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിക്കൊണ്ട് നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തി എന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. BJP നേതാക്കളുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ, VN വാസവനാവട്ടെ, ഒപ്പം K ബാബു, ഹൈബി വീടൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാകട്ടെ, ഇവരൊക്കെ വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറയുന്നു. പക്ഷേ പൊതുവിൽ വെള്ളാപ്പള്ളി എന്ന വ്യക്തി ഒരു പൊതുപ്രവർത്തകന്റെ കാര്യങ്ങൾ പരാമർശിക്കുന്നതിനപ്പുറം ഈ കോണ്ടക്സ്റ്റിൽ അത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. ഇനി വെള്ളാപ്പള്ളി വീണ്ടും ഈ നിലപാട് ആവർത്തിക്കുമ്പോൾ അദ്ദേഹം അത് ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ്, താൻ ആ നിലപാടെടുക്കും എന്ന്. കാന്തപുരം തനിക്കെതിരെ എന്ത് പറഞ്ഞാലും ആ നിലപാടെടുക്കുമെന്ന് പറഞ്ഞു. തന്നെ കത്തിച്ചാൽ തന്നെ ആ നിലപാടെടുക്കും. ഒപ്പം കേസെടുക്കാൻ പോലീസിനെ വെല്ലുവിളിച്ചുകൂടിയാണ് വെള്ളാപ്പള്ളി ഇന്ന് നിലപാടെടുത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ഇതിൽ തുടർ പ്രതികരണങ്ങൾ വേണ്ടിവരും. കോൺഗ്രസ് നേതൃത്വം UDF എടുക്കുന്ന പൊതു നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. പക്ഷേ അതിനപ്പുറം CPM ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും CPM-ന്റെ ഔദ്യോഗികമായ പ്രതികരണം ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും CPM ഔദ്യോഗികമായി വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ഇതുവരെയും അത്തരത്തിലൊരു പ്രതികരണവും എത്തിയിട്ടില്ല. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ സഹിത്ത് ഇതിപ്പോൾ തുടർച്ചയായിട്ടാണ് ഇത്തരം ആരോപണം എന്നുള്ളതാണ് മുസ്ലിം സംഘടനകളുടെ വിമർശനം. മലപ്പുറത്തെക്കുറിച്ച് പറയുന്നു, അത് രക്ഷാപ്രവർത്തനത്തിന് നൗഷാദിന് പണം നൽകിയത് മുതൽ തുടർച്ചയായി ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഇതര വിഭാഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശമുണ്ടായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. തൊട്ടു പിന്നാലെ മലപ്പുറത്തെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ ഇതെല്ലാം ഈ ഒരുതരം ജിഹ്വയായി, നാവായി വെള്ളാപ്പള്ളി നടേശൻ വർത്തിക്കുകയാണ് എന്ന മട്ടിലാണോ പ്രതിപക്ഷം ഇതിനെ ഏറ്റെടുക്കുന്നത്? ഈ SNDP യൂണിയന്റെ വേദികളിൽ വെള്ളാപ്പള്ളി നടേശൻ കാലങ്ങളായി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഈഴവ വിഭാഗത്തിന് വേണ്ടത്ര പരിഗണനയില്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അമിത പരിഗണന കിട്ടുന്നു എന്ന കാര്യം അദ്ദേഹം അവിടെ പരാമർശിക്കുന്നുണ്ട്. ഒപ്പം ഇതര മത സമുദായങ്ങളെയും അദ്ദേഹം പരാമർശിച്ച് പോവാറുണ്ട്. പക്ഷേ ഇത്തവണ അദ്ദേഹം മുസ്ലിം സമുദായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരാമർശം നടത്തുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, മുസ്ലിം ലീഗുകാരൻ ഇവിടെ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു എന്ന പരാമർശം, അതിനു പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് UDF വിശ്വസിക്കുന്നത്. കാരണം അതിലൂടെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നത് UDF-നെതിരെയാണ്. കാരണം UDF-ന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ്. അങ്ങനെ കോൺഗ്രസിനെ മറികടന്ന് ഒരു മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയാവുന്നു എന്ന പരിവേഷം സൃഷ്ടിക്കുന്നതിലൂടെ വെള്ളാപ്പള്ളി മറ്റൊരു വർഗീയ അജണ്ട പടർത്തുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. അത് സ്വാഭാവികമായും UDF-നെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഗുണഭോക്താവ് സ്വാഭാവികമായും CPM-ആയി മാറുകയും ചെയ്യും. അതുകൊണ്ടുകൂടിയാണ് ഇതിൽ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന സംശയം UDF കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ കാരണം. ലീഗ് നേതൃത്വവും ഒപ്പം കോൺഗ്രസ് VD സതീശൻ അടക്കമുള്ളവരും ഇതേ നിലപാടുകൾ തന്നെ സ്വീകരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ നീക്കത്തിന് പിന്നിൽ CPM അജണ്ടയുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ വ്യക്തത വരുത്തേണ്ടത് CPM നേതൃത്വം തന്നെ. തീർച്ചയായും അത്തരം പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് ഇതേ വിവാദങ്ങൾക്കിടയിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുകയായിരുന്നു നേതാക്കൾ എന്ന കാര്യം കൂടിയാണ് സജിത്ത് ഓർമ്മപ്പെടുത്തിയത്. മന്ത്രി VN വാസവൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻമന്ത്രിയും തൃപ്പൂണിത്തുറ MLA-യുമായ K ബാബു, ഹൈബി ഈഡൻ MP തുടങ്ങിയവരാണ് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയത്. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി എന്നും കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന SNDP യോഗത്തെ വെള്ളാപ്പള്ളി കൂട്ടിക്കെട്ടി നല്ല പുസ്തകമാക്കി എന്നുമായിരുന്നു VN വാസവന്റെ പ്രശംസ. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നും VN വാസവൻ കൂട്ടിച്ചേർത്തു. SNDP യോഗത്തിൻ്റെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി 3 പതിറ്റാണ്ടിലേറെക്കാലം സംഘടനയുടെ അമരക്കാരനായി ജൈത്രയാത്ര അനുസ്യൂതം തുടരുകയാണ്. 56 വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇന്ന് 30 വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്രമജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക്
അദ്ദേഹം ഈ പദവിയെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് ആ രംഗത്ത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചുമതലയേക്കുന്ന കാലഘട്ടത്തിൽ കുത്തിഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ളൊരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം. സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ നിലപാടും അതേപോലെ തന്നെ അദ്ദേഹത്തിൽ അതിനെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ്. അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നു. ആ നിലയിൽ എല്ലായ്പ്പോഴും ഈ സംഘടനയെ നയിക്കുന്ന രംഗത്ത് അദ്ദേഹം എടുക്കുന്ന നേതൃത്വപാഠം. അവസരവാദ പ്രീണന രാഷ്ട്രീയത്തിന്റെ സമയത്ത് സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്നത്തെ ഈ കാലത്തിൽ അവസരവാദ പ്രീണ രാഷ്ട്രീയത്തിന്റെ ഒരു സമയത്തിൽ അദ്ദേഹം സമുദായത്തിന്റെ അവകാശം രക്ഷിക്കാൻ ഒരു ധൈര്യത്തോടെ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളും സംസാരിക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് ഏറെ ബഹുമാനം അദ്ദേഹത്തോടുണ്ട്. പറയാനുള്ളത് ആരുടെയും മുഖത്തു നോക്കി പറയാൻ ആർജവമുള്ളയാളാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു ഹൈബി ഈഡൻ പുകഴ്ത്തിയത്. മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു കെ ബാബുവിന്റെ വാക്കുകൾ. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ സാധിച്ചു. മുൻകാലങ്ങളിൽ അത്തരം ഒരു ലീഡർഷിപ്പ് അല്ലായിരുന്നു, ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്ന നേതൃത്വമാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷത്തെ ഒരു ശൂന്യതയ്ക്ക് പരിഹാരമായിട്ടാണ് ശ്രീ നടേശൻ ചേട്ടൻ 30 കൊല്ലം മുമ്പ് വന്നത്. എനിക്ക് എല്ലാ നിലയിലും എന്റെ അഭ്യുദയകാംക്ഷിയായിരുന്നു ജനറൽ സെക്രട്ടറി എന്ന് സൂചിപ്പിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് കൊച്ചി SNDP യൂണിയൻ നൽകിയ ആദരിക്കൽ ചടങ്ങിൽ ആയിരുന്നു നേതാക്കളുടെ ഈ പ്രശംസ. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മതവർഗീയതയും അപകടകരമായ പ്രവണതയും സൃഷ്ടിക്കാനും വളർത്താനും ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. ആത്യന്തികമായി BJPയുടെ വളർച്ചയ്ക്ക് ഇത് ഗുണകരമാകും. മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇതിന് എതിരാണ്. മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ UDFന് കഴിയുന്നില്ല എന്നും മുഹമ്മദ് റിയാസ് ന്യൂസ് 18 Q18 പറഞ്ഞു. മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടും ചില സ്ട്രിംഗ് എലിമെന്റ്സ് ശക്തമാകുന്നത് കാഴ്ചയൊന്നും ഇടതുപക്ഷം കാണുന്നില്ല. അല്ല, മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള മതവർഗീയതയും അപകടകരമായ ചില പ്രവണതകളും വളർത്താനും സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. അത് ആത്യന്തികമായി BJPയുടെ വളർച്ചയ്ക്ക് സഹായകരമാവുകയുള്ളൂ. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷം ഇതിനെതിരാണ്. മുസ്ലിം സംഘടനകൾ ഇതിനെതിരാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവെ മതവർഗീയവാദത്തിനെതിരാണ്. ഒരു മതരാഷ്ട്രവാദത്തിനെതിരെ മറ്റൊരു മതരാഷ്ട്രവാദം ഉയർത്തുന്നത് തെറ്റാണെന്നാണ് മഹാഭൂരിപക്ഷം മുസ്ലിം ജനസാമാന്യവും പറയുന്നത്. അപ്പോൾ അത് ഉയർത്തുന്നവരെ ശക്തിയുക്തം എതിർക്കാൻ ആ സമുദായം തന്നെ വരുന്നുണ്ട്. ഇത് തന്നെയാണ് അല്ല മുസ്ലിം ഇവരൊക്കെ പ്രതിരോധിക്കുന്നതിൽ മുസ്ലിം ലീഗ് അല്ല UDF പൊതുവെ ദുർബലമാകുന്നു. UDF പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ഏത് മതവർഗീയ പ്രസ്ഥാനത്തിനെതിരെയാണ് UDF നിലപാടെടുക്കുന്നത്? വോട്ട് കിട്ടുന്നുണ്ട് പോരട്ടെ എന്നുള്ള നിലപാടല്ലേ, ചില്ലറ വോട്ട് വന്നോട്ടെ എന്നുള്ള നിലപാടാണ് പൊതുവെ UDF എടുക്കുന്നത്. ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാൻ മലയാളിയെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ. ഇടുക്കി കട്ടപ്പന സ്വദേശി KJ ജോയിയെയാണ് 2018 കൊലപ്പെടുത്തിയത്. വാഹനം ഇടിപ്പിച്ചായിരുന്നു അച്ഛനെ കൊലപ്പെടുത്തിയത് എന്ന് മകൻ അനീഷ് ന്യൂസ് 18 പറഞ്ഞു. ഭീഷണിയെ തുടർന്ന് കുടുംബത്തിന് ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. തട്ടിയെടുത്ത ഭൂമിക്ക് നിലവിൽ മതിപ്പ് വില 20 കോടിയിലേറെ ആണ് എന്നും ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമപോരാട്ടം ആരംഭിച്ചതായും അനീഷ് ന്യൂസ് 18 പ്രതികരിച്ചു. 2018 ഏപ്രിൽ 5 ഇത്തരത്തിൽ വാഹനം ഇടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് KJ ജോയിയെ. ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുൻപ് കുടിയേറ്റക്കാരായി ഇവിടെ എത്തിയതാണ്. ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്ന ആരോപണമാണ് മകൻ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും അനീഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അനീഷാണ്. ഞാനൊക്കെ ജനിച്ചു വളർന്നത് ധർമ്മസ്ഥലത്താണ്. ഒരു 20 ഏക്കർ സംതിങ് സ്ഥലത്തിന് ആദ്യം പട്ടയമായി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന സ്ഥലത്തിന് പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ടോർച്ചർ ഇവർ തുടങ്ങുന്നത്. ഈ സ്ഥലം നമുക്ക് വേണമെന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. ധർമ്മസ്ഥലത്ത് കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്
എൻ്റെ പപ്പ ഈ ഗോലി സോഡ എന്ന് പറയും, സോഡ ഫാക്ടറി തുടങ്ങുന്നു. അന്നേരമാണ് അവിടെ തുടങ്ങിയ സമയത്താണ് അവിടെ ഈ ധർമ്മസ്ഥലത്തിൻ്റെ ഫുള്ള് ലാൻഡ് ലിങ്ക്സ് ഇടപാടുകൾ നടത്തുന്ന സുഭാഷ് എന്നും പറഞ്ഞ ഒരുത്തൻ അവിടെ വന്ന് എൻ്റെ പപ്പയുടെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് ചോദിക്കുന്നു. ആദ്യമൊക്കെ ഭീഷണിയായിരുന്നെങ്കിൽ ഈ നമ്മൾ ഹോട്ടലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തായി, അവിടെ വന്നിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കുന്നോ വിൽക്കുന്നോ എന്ന് ചോദിക്കുന്നു. ഏതൊക്കെയാലും ഇവരുടെ ടോർച്ചറാ കാര്യങ്ങൾ. പിന്നെ എന്തിനാ ഇങ്ങനെ ഇവിടെ, എന്നാൽ പിന്നെ കൊടുത്തേക്കാന്ന് തീരുമാനിക്കുന്നു. 21 ലക്ഷത്തിന് സംസാരിക്കുന്നു. 21 ലക്ഷം പോയി. പിന്നെ ലാസ്റ്റ് അത് വെറും 18 ലക്ഷം രൂപയ്ക്കാണ് അന്ന് കച്ചവടം നടക്കുന്നത്. അന്ന് ഡോക്യുമെന്റ്സ് ആയി കിടന്ന സ്ഥലം മൊത്തം ഇവർക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും കേരളത്തിലോട്ട് കുറേ പേര് പോയി. എൻ്റെ പപ്പയ്ക്ക് മാത്രം ഇവിടെ ഹോട്ടലുണ്ടായിരുന്നതിൻ്റെ പേരിൽ ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെറിയൊരു സ്ഥലം മേടിച്ച് അവിടെ താമസം തുടങ്ങി. പിന്നെയും ഫീൽഡിൽ വന്നു ഇതേ സുഭാഷ് തന്നെ. പപ്പായെ വിളിക്കുന്നു, അത് ഡോക്യുമെന്റ്സ് ആയി കിടക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് എഴുതി, അവരെ വിളിച്ചുകൊണ്ട് വന്ന് എഴുതി തരണം. അത് ഏതൊക്കെയാലും അന്ന് 20 ഏക്കർ സ്ഥലം ഞങ്ങൾ 18 ലക്ഷം രൂപയ്ക്ക് തന്നു. ഇനി ഏതൊക്കെയാലും ബാക്കിയുള്ള 20 സെന്റാണോ 20 ഏക്കറിനാണോ? ബാക്കിയുള്ള 20 ഏക്കറിനായിരുന്നു പ്രശ്നം തുടങ്ങിയത്. ആ 20 ഏക്കറിൽ 4 ഏക്കർ 37 സെന്റ് സ്ഥലമുണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട്. അതിൽ തന്നെ ഉള്ളതാണ് ഡോക്യുമെന്റ്സും പേപ്പറുകൾ കാര്യങ്ങളെല്ലാം വിത്ത് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടത്. ആ സ്ഥലത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പായും എൻ്റെ പപ്പയുടെ അനിയനും എല്ലാവരും കൂടെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഏതൊക്കെയാലും സ്ഥലമില്ല, സ്ഥലം അവർ കൈവശപ്പെടുത്തി വെച്ചേക്കും. എന്നാൽ പിന്നെ അതിന് ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് ഇവർ ലോൺ എടുക്കാൻ പോകുന്നു. ഈ ലോൺ എടുക്കാൻ വേണ്ടി പോയ ബാങ്കിലെ ഏതോ ഒരു സ്റ്റാഫ് ഇവർക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തു. പപ്പായെ ഒരു നീല പർദ്ദ കിട്ടിയ ഒരു വണ്ടി പപ്പായെ ഇടിക്കുന്നു. പപ്പ റോഡിൽ തന്നെ മരിക്കുന്നു. റോഡിൽ തന്നെ അവിടെ ഓൺ ദി സ്പോട്ടിൽ തന്നെ പപ്പ മരിക്കുന്നു. അവിടെ ഒരു പെൺകുട്ടി കണ്ടതാ. ആ പെൺകുട്ടി ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റും പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല റിപ്പോർട്ടുകൾ ഇവിടെ നൽകിയിരുന്നു. അതിനപ്പുറം സംസാരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ കൂടുതൽ പേർ രംഗത്ത് വരുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മതിപ്പ് വില നിലവിൽ 20 കോടിയിലധികം വരുന്ന ഒരു സ്ഥലമാണ് ഇവരുടേത്. ഈ സ്ഥലമൊക്കെ ഇത്തരത്തിൽ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യം ഇവർക്കുണ്ടായി. ഈ കുടുംബസമേതം പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് മലയാളിയാണ്, ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ് ഇവർ. എന്തായാലും ആ സ്ഥലം ഇപ്പോൾ മറ്റൊരാൾ കൈയടക്കി വെച്ചിരിക്കുന്നു. അത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് ഇവരുടെ ശ്രമം. കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ കുതിക്കുകയാണ് വെളിച്ചെണ്ണ വില. കുടുംബ ബജറ്റിനെ കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്ക് വില എത്തിക്കഴിഞ്ഞു. വെളിച്ചെണ്ണ ഒഴിവാക്കി സൺഫ്ലവർ ഓയിലിലേക്കും മറ്റും തിരിഞ്ഞിരിക്കുകയാണ് സാധാരണക്കാർ. അപ്പം ഞങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് സൺഫ്ലവർ ഓയിൽ പോലെയുള്ള എണ്ണകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും കൂടുതലായിട്ടും. ഇപ്പോൾ ലൂസ് വെളിച്ചെണ്ണ വല്ലതും കാക്കിലോണൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതിപ്പോൾ അരയും ഒന്നൊക്കെ ആയിട്ട് ഞങ്ങൾ മേടിക്കാൻ പറ്റില്ല, നമ്മൾ സാധാരണക്കാരല്ലേ. കേര ഇപ്പം 2 ആഴ്ചയായിട്ട് വന്നില്ല. കേരയാണ് വരുന്നില്ല. എല്ലാവരുടെയും വാക്കുകളിലുള്ളത് കടുത്ത ആശങ്ക തന്നെയാണ്. വീട്ടമ്മമാരാണ് കുടുംബ ബജറ്റ് സന്തുലിതാവസ്ഥയുടെ കാവൽക്കാർ. ഇപ്പോൾ ഒരു കടയിലേക്ക് എത്തിയാൽ ആദ്യം വെളിച്ചെണ്ണയുടെ വില എന്തായി എന്ന് നോക്കേണ്ട അവസ്ഥയാണ്. പ്രതിദിനം വില ഉയരുന്ന സ്ഥിതി. 450 രൂപയ്ക്ക് മുകളിലേക്ക് വിലയെത്തി. മുൻപന്തിയിലുള്ള ബ്രാൻഡുകൾ 500 മുകളിലാണ്. ഈ വർഷം ആദ്യം 200 രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയാണ് ഇങ്ങനെ കുത്തനെ കയറിപ്പോയത്. വെളിച്ചെണ്ണ ഒഴിവാക്കി പലരും ബദൽ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞതായി വ്യാപാരികൾ പറയുന്നു. വെളിച്ചെണ്ണ ഇപ്പോൾ കിട്ടാനും ഇല്ല. കേരയൊക്കെ ഒരു 3 ആഴ്ചയായിട്ട് നമുക്ക് സപ്ലൈ വന്നിട്ടില്ല. ഇപ്പം നാളെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഓർഡർ എടുത്ത് പോയിട്ടുണ്ട് ഇന്നലെ. പിന്നെ മറ്റുള്ള വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ ഏതാ 400 ചില്ലാനും 450 ലെവലാണ്. കേരയുടെ അടുത്ത MRP 529 പുതിയത് വന്നത്. പിന്നെ ഇപ്പോൾ സാധാരണ പാം ഓയിലും സൺഫ്ലവർ ഓയിലും റൈസ് ബ്രാൻ ഓയിലൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ആൾക്കാർ വെളിച്ചെണ്ണ അളവ് കുറച്ച് അങ്ങനെ ബില്ലിങ്ങിലൊക്കെ കണ്ടു തുടങ്ങി. വളരെ കുറവാണ് വെളിച്ചെണ്ണ എടുക്കൽ കുറവ്. ഇപ്പം തന്നെ സ്റ്റോക്ക് തന്നെ വളരെ കുറവാണ്. അല്ലെങ്കിൽ എപ്പോഴും ആ റാക്ക് കംപ്ലീറ്റ് ഫുള്ളാണ്. വില ഈ നിലയിൽ പോവുകയാണെങ്കിൽ വൈകാതെ സാധാരണക്കാരന് അപ്രാപ്യമാകുന്ന രീതിയിലേക്ക് വെളിച്ചെണ്ണ എത്തും. വിലക്കുറവിൽ മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിലെത്തുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. സൺഫ്ലവർ ഓയിലിൻ്റെയും പാം ഓയിലിൻ്റെയും എല്ലാം വിപണി വർദ്ധിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഇവരും വില കൂട്ടാനുള്ള സാധ്യതയാണ്. ഭക്ഷ്യവസ്തുക്കൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെന്ന മലയാളിയുടെ ഗൃഹാതുരത്വത്തിന് വില കൂടുകയാണ്. ന്യൂസ് 18 കൊച്ചി. വെളിച്ചെണ്ണയുടെ വില വർധനവിൽ പ്രതിസന്ധിയിലാണ് ബേക്കറി മേഖല. ഓണക്കാലത്ത് കായ ഉപ്പേരിക്കും മറ്റുമായി വെളിച്ചെണ്ണ വൻതോതിൽ വേണ്ടതിനാൽ കടുത്ത ആശങ്കയിലാണ് വ്യാപാരികൾ. മലയാളിയുടെ ഗൃഹാതുരത്വത്തിൻ്റെ ഉത്സവകാലമാണ് ഓണം. അതിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനത്തെ ബേക്കറി മേഖല.
കായ ഉപ്പേരി മുതൽ പല വറവുകളും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ വേണം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിന് കഴിയില്ല. വെളിച്ചെണ്ണ മാറ്റി പിടിക്കാനും പറ്റില്ല. ഓണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പിടുത്തമില്ല. കാരണം 160 രൂപ സാധനം ഇന്ന് 460 രൂപയായി. 1 കിലോയിൽ 300 രൂപ കൂടി. സ്വർണം പോലെ ഇങ്ങനെ കൂടാ, ഓരോ ദിവസവും ഇങ്ങനെ അടുക്കി കയറും. അപ്പം ഞങ്ങൾക്ക് ബേക്കറി പ്രസ്ഥാനം എന്ന് വെച്ചാൽ ചിപ്സ് ഹലുവയൊന്നും ഒരിക്കലും നമുക്ക് ഓയിലിലേക്ക് മാറ്റാൻ പറ്റില്ല. ക്വാളിറ്റി കുറഞ്ഞ വെളിച്ചെണ്ണ എടുക്കാനും പറ്റില്ല. അപ്പം കസ്റ്റമർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. മാത്രമല്ല നമ്മളങ്ങ് ചെയ്യില്ല, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പം ചിപ്സ് ഇപ്പം ശരിക്ക് കയ്യിൽ നിന്ന് നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയുടെ വില കൂടുതലിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് ഒരു പരിധിവരെ മാത്രമേ വില കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അധിക വില വർദ്ധിപ്പിച്ചാൽ ആവശ്യക്കാരും കുറയും. അതുകൊണ്ട് ഇക്കുറി ആശങ്കകളുടെ ഓണമായിരിക്കുമെന്ന സൂചനയാണ് വിപണി നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ വീടുകളിലെ അടുക്കള പ്രതിസന്ധിയിലായി. എണ്ണയില്ലാതെ എങ്ങനെ പാചകം ചെയ്യും എന്നാണ് വീട്ടമ്മമാർ ചോദിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാകില്ലേ എന്ന ആശങ്കയുമുണ്ട് അമ്മമാർക്ക്. വെളിച്ചെണ്ണയില്ലാതെ നമ്മൾ മലയാളികൾക്ക് എന്ത് പാചകം? ഈ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കുത്തനെ കൂടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ അടുക്കളയിലൊക്കെ എങ്ങനെയാണ് നമുക്ക് സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കാൻ കഴിയുക? എന്തായാലും ഈ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടുന്നതൊക്കെ നാട് മുഴുവനും ചർച്ചയാണ്. വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൈ ഒന്ന് പൊള്ളും, ഒന്ന് ആലോചിക്കും, വേണോ വേണ്ടയോ, ആ കറിക്ക് ഇച്ചിരി എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇപ്പോൾ അടുക്കളയിൽ നടക്കുന്നത്. നമുക്ക് ഒരു വീട്ടമ്മയോട് തന്നെ ചോദിക്കാം. ലിജി ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. ലിജി ചേച്ചി, വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിഷയമാണ് നമ്മൾ അടുക്കളയിലുള്ളവർക്ക്, അല്ലേ? അതെ അതെ, വീട്ടമ്മമാര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വില കൂടുതൽ. നമ്മുടെ എല്ലാ വീട്ടാവശ്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ് വന്നിരിക്കുന്നത്. സാധാരണക്കാർക്ക് അത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ നമുക്കൊരു കറി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ പകരം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ എങ്ങനെയാണ് അടുക്കളയിലെ ഒരു ബഡ്ജറ്റും എണ്ണ ഉപയോഗവും ഒക്കെ? നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെളിച്ചെണ്ണ നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഉത്തമമാണ്. അതുപോലെ നമ്മുടെ കറികൾക്ക് സ്വാദ് കൂട്ടാനും രുചി വരാനും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ യൂസ് ചെയ്യാനും ബോഡി മസാജിനും ശരീരത്തിൽ പുരട്ടാനും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാന്ന് വെച്ചാൽ സാധാരണ അമ്മമാരുടെ കൈ വിറയ്ക്കും. കാരണം വെളിച്ചെണ്ണയ്ക്ക് പൊന്നും വിലയാണ്. സ്വർണത്തിനെ പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നല്ലേ ഇപ്പൊ? അതെ അതെ അതെ, വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ പൊന്നും വില തന്നെയാണ്. സാധാരണക്കാർക്ക് അത് ബഡ്ജറ്റ് നന്നായി ബാധിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും തന്നെ അതൊരു അവരവരുടെ ബഡ്ജറ്റിൽ ഒരു ബുദ്ധിമുട്ടാണ് ഇത്ര വില വരുന്നത്. പകരം ഇപ്പൊ നമ്മൾ വല്ല പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് അത് ഒരു തൃപ്തി വരില്ല ആഹാരം കഴിക്കുമ്പോ, അല്ലേ? അത് ശരിയാണ്. പാം ഓയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിൽ പല പല മായങ്ങളും ചേർത്തേണ്ടാവും. വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നില്ല എന്നല്ല പറയണേ, എന്നാലും ഉണ്ടാവും. എന്നാലും നമുക്കൊരു 80-90% ഒക്കെ വിശ്വസിച്ച് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ. എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയുടെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടി ഉടനെ ചെയ്യുമെന്നാണ് എല്ലാ ജനങ്ങളുടെയും പ്രതീക്ഷ. എന്തായാലും ലിജി ചേച്ചിയുടെ കുക്കിംഗ് നടക്കട്ടെ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്തായാലും ഈ വെളിച്ചെണ്ണയുടെ വില കൂടുന്നത് കൊണ്ട് ആളുകൾക്ക് ഇപ്പോൾ വറുക്കാനും പൊരിക്കാനും ഒക്കെ ഒന്നും മടിയാണ്. ഇനി എന്ത് ചെയ്യുമെന്നാണ് അടുത്ത ആലോചന. പകരം ഉപയോഗിക്കുന്ന എണ്ണകൾ, ഇപ്പോൾ പാം ഓയിൽ ആയിക്കോട്ടെ സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിക്കാനും നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവും. എന്തായാലും സർക്കാർ ഇടപെട്ട് ഈ പാവപ്പെട്ട വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഈ ഒരു വിഷമം അതൊന്ന് കേൾക്കുമെന്ന് തന്നെ നമ്മളും പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വെളിച്ചെണ്ണയുടെ വില കുത്തനെ ഉയർന്നതോടെ മലയാളികളുടെ അടുക്കളയിൽ ആശങ്കയും തിളയ്ക്കുകയാണ്. കേരഫെഡിന്റെ വെളിച്ചെണ്ണയുടെ വില ഒറ്റയടിക്ക് 110 രൂപ വർദ്ധിച്ച് 529 എത്തിയിട്ടുണ്ട്. ഓണക്കാലത്തും വില കുറയാനുള്ള സാധ്യത ഇല്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിലക്കയറ്റത് ദിവസം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എത്ര മേടിച്ച 85 രൂപ, 100 ഇപ്പൊ നമ്മളവിടെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഇതിന് ഒരു 90 രൂപയ്ക്കും കൊടുക്കണം. വെളിച്ചെണ്ണ അതേപോലെ 400-450 രൂപയായി. ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ മതി. നമ്മളെ പോലെ അത്തപ്പാടികളത്തിൽ ദിവസം ഓണക്കാകുമ്പോൾ തേങ്ങയൊക്കെ ഒരു 150 രൂപയെങ്കിലും ആവും ഈ പോക്കാണെങ്കിൽ.
ഭയങ്കര വില കൂടുതലാ എല്ലാറ്റിനും ഇപ്പൊ. വെളിച്ചെണ്ണ ഭയങ്കര വില കൂടുതലാ. ഇപ്പം ഓണത്തിനൊക്കെ എങ്ങനെയാ വില വാങ്ങിക്കാന്നൊരു ആയിരിക്കും. കാരണം ഇപ്പൊ തന്നെ ഇത്ര വില കൂടുതലാണെങ്കിൽ പെട്ടെന്ന് വില കുറയാനൊരു ചാൻസ് ഇല്ല. ഓണത്തിന് നാച്ചുറലി വില കൂടുതലേ ഉള്ളൂ. ഇത് ഇവരുടെ മാത്രം പ്രതികരണമല്ല. വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില ഉയർന്നതോടെ ഓരോ മലയാളിയും പങ്കുവെക്കുന്ന ആശങ്കയാണിത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 200 രൂപയും നാളികേരം 35 മുതൽ 40 രൂപ വരെയായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ശേഷമാണ് വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും വില വല്ലാതെ ഉയർന്നു തുടങ്ങിയത്. ഉപഭോക്താക്കളെ മാത്രമല്ല കച്ചവടക്കാരെയും വിലവർദ്ധനവ് പ്രതിസന്ധിയിലാക്കി. നിലവിലുള്ള മാർക്കറ്റിൽ സെയിൽ വളരെ കുറവാണ്, ശകലം കുറവാണ്. കാരണം എല്ലാവരും ഈ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവല്ലേ. അപ്പം അതുകൊണ്ട് സെയിൽ നേരത്തെ ഉള്ളേക്കാളും സെയിൽ കുറവ്. കാരണം കൊപ്ര ഇല്ലാതെ കൊണ്ടാണ് എന്നുള്ള ഒരു ഇതാണ് അറിയപ്പെടുന്നത്. കാരണം ചില ഇത് കൊപ്രകൾ ഇപ്പം തേങ്ങ വില കൂടുതലാണ്, നേരത്തെ ഉള്ളവരും തേങ്ങ വില കൂടുതലാണ്. അതുകൊണ്ട് കൊപ്ര ഇല്ലാതെ വേണം വില കൂടാനായിട്ട്. അതാണ് ഇതിൻ്റെ സാധ്യത. സാധാരണക്കാരുടെ അത്താണിയായ സപ്ലൈകോയിൽ വിലക്കുറവാണെങ്കിലും ഒട്ടുമിക്ക സ്റ്റാളുകളിലും വെളിച്ചെണ്ണ ലഭ്യമല്ല. വിപണി വില പെട്ടെന്ന് ഉയർന്നതോടെ വിതരണക്കാർ സപ്ലൈ നിർത്തിവെച്ചതാണ് ഇതിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം കാരണം തേങ്ങയുടെ ഉൽപാദനം ആഗോളതലത്തിൽ തന്നെ കുറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള വരവും നിലച്ചു. നാളികേര വില കിലോയ്ക്ക് 100 രൂപയോട് അടുക്കുകയാണ്. അതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നതിന് പിന്നിലെ പ്രധാന കാരണം നാളികേരത്തിന്റെ ലഭ്യതക്കുറവാണ് എന്ന് കേരഫെഡ് MD സാജു കെ സുരേന്ദ്രൻ. കാലാവസ്ഥാ വ്യതിയാനം മൂലം തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാളികേരത്തിന്റെ ലഭ്യതയിലും വ്യാപാരത്തിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിലെ നാളികേര വിപണിയിലും സ്ഥിതി സമാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഓണക്കാലത്തും ഉയർന്ന നിരക്ക് തുടരാനാണ് സാധ്യത. സ്കൂൾ സമയമാറ്റത്തിൽ മുസ്ലിം സംഘടനകളെ ചർച്ചയ്ക്ക് വിളിപ്പിച്ച് സർക്കാർ ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ സമസ്ത പങ്കെടുക്കും. നേരത്തെ സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിരുന്നു. MS അനീഷ് കുമാർ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഒരു ഘട്ടത്തിൽ ചർച്ചയില്ല എന്ന നിലപാടിലായിരുന്നു, പിന്നീട് ചർച്ച ആകാം എന്നുള്ളതാണ്. പക്ഷേ മന്ത്രി പറഞ്ഞത് ചർച്ച എന്നത് സമയം മാറ്റുന്നതിന് വേണ്ടിയല്ല, എതിർപ്പുള്ള പശ്ചാത്തലത്തിൽ എന്നതായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ വാദപ്രതിവാദങ്ങൾ ഇതിനു മുമ്പ് തന്നെ നടന്നു കഴിഞ്ഞു. ചർച്ചയിൽ എന്താണ് സമസ്ത നിലപാടായി അറിയിക്കുക? ചർച്ചയ്ക്ക് സന്നദ്ധമാണ്, അല്ലെങ്കിൽ 23-ാം തീയതി വിളിപ്പിച്ചിട്ടുള്ള ഈ തീയതിയിൽ പങ്കെടുക്കുമെന്നാണ് സമസ്തയുടെ ഇപ്പോഴത്തെ പ്രതികരണം. അത്തരം പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, നേരത്തെ നിശ്ചിതമായ സമയപരിധിയിലുള്ള അധ്യയനം കുട്ടികൾക്ക് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശത്തോടുകൂടിയാണ് ഈ അധ്യയന സമയത്തിൽ മാറ്റം വരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെയും വൈകുന്നേരവുമായി 15 മിനിറ്റ് വീതം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യയന സമയം മാറ്റുകയും ചെയ്തു. ഇതിനെതിരെയാണ് സമസ്ത അടക്കമുള്ള ചില സംഘടനകൾ രംഗത്തെത്തിയത്. ഈ സമയപരിധി നീട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ ആക്കിയതുകൊണ്ട് മദ്രസ പഠനത്തിനുള്ള സമയക്രമീകരണത്തിൽ മാറ്റം വരുത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ മതിയായ സമയം ലഭിക്കുന്നില്ലോ എന്ന പരാതിയാണ് ഇത് വിശദമായി നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ പിന്നീട് യാതൊരു ചർച്ചയ്ക്കും സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യക്ഷമായ സമരപ്രഖ്യാപനം സമസ്ത നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല, സമുദായ സംഘടനകൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയും എത്തി. ഇതിനെ തുടർന്ന് സമസ്ത പ്രതിഷേധം കടുപ്പിച്ചതുകൂടിയാണ് ചർച്ചയ്ക്കുള്ള വഴി തെളിയുകയും വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം എതിർപ്പുള്ളവരെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 23-ന് തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടക്കും. വിവിധ സംഘടനകളുമായി ചർച്ച നടത്തും എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. സമസ്ത ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്, ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെയുള്ള 15 മിനിറ്റ് അധിക സമയമാണ് ഈ മദ്രസ പഠനത്തിന് പ്രശ്നമായ നേരമുള്ള 4:15 എന്നത് 4:30 വരെ നീട്ടി പ്രശ്നപരിഹാരം ഉണ്ടാകാം, അല്ലെങ്കിൽ അത്തരമൊരു ഫോർമുലയാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ മാറ്റം എന്നതിനെ കുറിച്ച് കാര്യമായ ചിന്തയില്ല എന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു. മറിച്ച് എന്തുകൊണ്ട് ഈ മാറ്റം വരുത്തേണ്ടി വന്നു, ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന സമസ്ത അടക്കമുള്ള സംഘടനകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിരുന്നു. എന്തായാലും ഈ 2 തരത്തിലുള്ള ചിന്തകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനപ്പുറം മറ്റൊരു ചർച്ചയുടെ തലത്തിലേക്ക് എത്തി മൂന്നാമതൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സമസ്ത നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. സമസ്തയ്ക്കൊപ്പം കാന്തപുരം വിഭാഗവും
ഇത്തരത്തിൽ ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചിരുന്നു. പക്ഷേ പ്രത്യക്ഷമായി സമരം ഉപേക്ഷിക്കില്ല, സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്തായാലും ഈ രണ്ട് വിഭാഗങ്ങളടക്കം മറ്റ് എതിർപ്പ് അറിയിച്ചിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ചർച്ചയാവും തിരുവനന്തപുരത്ത് നടക്കുക. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ 19-കാരന് ദാരുണാന്ത്യം. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ പുലർച്ചെയാണ് അപകടം. മരം മുറിച്ചു നീക്കണമെന്ന് KSEBയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നതായും കാലപ്പഴക്കം ചെന്ന പോസ്റ്റാണ് ഒടിഞ്ഞു വീണത് എന്നും പനവൂർ പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു. എന്നാൽ പോസ്റ്റിന് ബലക്ഷയം ഇല്ലെന്നും സ്റ്റേ കമ്പി മുറിച്ചു മാറ്റപ്പെട്ട നിലയിലായിരുന്നു എന്നുമാണ് KSEB ചീഫ് എഞ്ചിനീയറുടെ വിശദീകരണം. കൊല്ലം തേവലക്കരയിൽ മിഥുൻ എന്ന 13 വയസ്സുകാരന്റെ ദാരുണമായ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരാകും മുമ്പാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തും സമാനമായ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്ത് പനവൂർ എന്ന സ്ഥലത്താണ് വൈദ്യുതി കമ്പി ഒരു ബൈക്കിന് മുകളിലേക്ക് പൊട്ടിവീണ് 3 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ഒരു ബൈക്കിന് മുകളിലേക്ക് പൊട്ടിവീണ് അതിൽ ബൈക്ക് ഓടിച്ചിരുന്ന 19 വയസ്സുകാരനായി അക്ഷയ് എന്നയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് രാത്രി ഏതാണ്ട് 12:15 കേറ്ററിംഗ് ജോലി ചെയ്യുകയായിരുന്ന സുഹൃത്തുക്കളുമൊത്ത് ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങും വഴി ഈ മസ്ജിദിന് അടുത്ത് എത്തിയപ്പോൾ ഇതിന് തൊട്ട് സമീപത്തുള്ള ഒരു റബ്ബർ മരത്തിന്റെ കമ്പ് ഉണങ്ങിയ ചില്ല അത് ഒടിഞ്ഞ് ഈ പോസ്റ്റിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. തുടർന്ന് ഈ ബലക്ഷയമുണ്ടായിരുന്ന പോസ്റ്റ് അതിന് അല്ലെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന മറ്റ് സപ്പോർട്ടുകളൊന്നുമില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് ഈ മരച്ചില്ലകളോടൊപ്പം ഒടിഞ്ഞ് താഴേക്ക് പതിക്കുകയും അതിനിടയിൽ ഈ ബൈക്കിന് മുകളിലേക്ക് അത് വന്ന് വീഴുകയുമാണ് ചെയ്തത്. ഈ ലൈൻ കമ്പി ശരീരത്തിൽ കുരുങ്ങിയാണ് ഈ അക്ഷയ് എന്ന 19 വയസ്സുകാരന് ദാരുണമായ മരണം സംഭവിച്ചത്. പക്ഷേ വളരെ അത്ഭുതകരമായാണ് ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് ഓടി, അതായത് ഈ ബൈക്ക് ഈ മരച്ചില്ല വീഴുന്നത് കണ്ടവർ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു. അങ്ങനെയാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഈ വലിയ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നത്. പക്ഷേ ഈ മരച്ചില്ലകൾക്കടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അക്ഷയ്. പിന്നീട് സമീപത്തുണ്ടായിരുന്ന 2 ആളുകൾ അവരുടെ ഷർട്ട് ഊരി വലിച്ച് കെട്ടിയാണ് ഇവരെ രണ്ടുപേരെയും ഈ വൈദ്യുതി പ്രവഹിച്ചിരുന്ന ഈ കമ്പികൾക്കിടയിൽ നിന്ന് ഈ അക്ഷയെ ഉൾപ്പെടെ അവിടുന്ന് മാറ്റിയത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പോസ്റ്റിൽ തന്നെ ഇതിന്റെ ഈ താങ്ങി നിർത്താനുള്ള ഒരു വയർ അത് കെട്ടിയിട്ടുണ്ടായിരുന്നു, ലൈൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റേ വയർ എന്നാണ് അത് നമ്മൾ സാധാരണയായി പറയുന്നത്. ആ സ്റ്റേ വയർ ഇതിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് പോസ്റ്റിൽ ആരോ ചുറ്റിവെച്ച നിലയിലായിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചതെന്ന കാര്യത്തിലടക്കം വിശദമായ പരിശോധനകൾ നടക്കുമെന്നാണ് ചീഫ് എഞ്ചിനീയർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ ഈ പോസ്റ്റിൽ അതിനകത്തുണ്ടായിരുന്ന സ്റ്റേ കട്ട് ചെയ്ത് അതിൽ ചുറ്റിവെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ല. ആരുടെ ഭാഗത്തു നിന്നുള്ളതാണെന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ സ്റ്റേ ഉണ്ടായിരുന്നു ആ പോസ്റ്റിന്. അപ്പൊ അതുകൊണ്ടാണല്ലോ അതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴാണത് മുറിച്ചു കളഞ്ഞതെന്നും ആരെങ്കിലും അത് ബോധപൂർവം ചെയ്തതാണെന്നുള്ളതൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കും. ഈ മരങ്ങൾ മുറിച്ചു മാറ്റി സംബന്ധിച്ച് പലതവണ നമ്മൾ KSEBക്ക് നമ്മളെ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇതുപോലെ അപകടത്തിലേക്കുന്ന മരങ്ങൾ ഇനിയും ആ ഭാഗത്ത് നമ്മുടെ അടുത്ത് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. കാര്യം അതിപ്പോ ഇത് നമ്മൾ രേഖാമൂലം അറിയിപ്പ് കൊടുത്തിട്ട് മുറിച്ചു മാറ്റാത്ത ഇതിന്റെ ഉടമസ്ഥ തന്നെ ഉണ്ട്. സമീപത്തുള്ള പോസ്റ്റുകൾ ഇതിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പോസ്റ്റിലും ഇങ്ങനെ സ്റ്റേ വയറുകളില്ല. സ്റ്റേ വയറുകൾ ഇല്ലാതെയാണ് ആ പോസ്റ്റ് അവിടെ നിൽക്കുന്നത്. ഈ റബ്ബർ മരത്തിന്റെ ചില്ലയാണ് ഒടിഞ്ഞ് താഴേക്ക് പതിച്ചത്. എന്തായാലും ഒരു 19 വയസ്സുകാരന് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനിടയിൽ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അതിദാരുണമായി ജീവൻ നഷ്ടമായിരിക്കുന്നു. മറ്റ് 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. എന്തായാലും KSEB ഉൾപ്പെടെ പരിശോധന പുരോഗമിക്കുകയാണ്. നടപടികൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നിതാന്ത ജാഗ്രത വേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് കൂടിയാണ് ഈ ദാരുണമായ അപകടം വിരൽ ചൂണ്ടുന്നത്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം നെടുമങ്ങാട് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. KSEBക്ക് വീഴ്ചയില്ല എന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. സ്വകാര്യ വ്യക്തി മരം മുറിക്കാൻ തയ്യാറാകാത്തതാണ് കാരണം. കളക്ടർ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ കാറ്റിൽ മരം വീണതാണ്. ആ മരം പ്രൈവറ്റുകാരുടെയാണ്. അയാൾ അതിനു മുമ്പ് അത് കൊടുത്തിട്ടും മുറിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ നിയമപര നടപടി എന്താണെന്ന് അത് ചെയ്തോട്ടെ. ഇപ്പോൾ ചീഫ് എഞ്ചിനീയറിനെ ഉടൻ തന്നെ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ഇതിൻ്റെ അദ്ദേഹം ഇപ്പോൾ തന്നെ പോയി
എവിടെയാണ് പാളിച്ച വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരിൽ നടപടിയുണ്ടാവും. കൊല്ലം സ്വദേശി അതുല്യ ശേഖറിനെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് സതീഷിനെതിരെ യുവതിയുടെ കുടുംബം വിവാഹം കഴിഞ്ഞ നാൾ മുതൽ മകൾ നേരിട്ടത് ക്രൂരപീഡനം ആണ് എന്നും അച്ഛൻ രാജശേഖരൻ പിള്ള ന്യൂസ് 18 പറഞ്ഞു. കുഞ്ഞിനു വേണ്ടി എല്ലാം സഹിച്ച അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് അമ്മ തുളസിഭായ് പ്രതികരിച്ചു. അതേസമയം UAE തുടർ നടപടിക്ക് നാളെ തുടക്കമാകും. ഭർത്താവ് ശാസ്താംകോട്ട സ്വദേശി സതീഷിന്റെ ക്രൂരപീഡനത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ ആരോപണം. സതീഷിനെതിരെ യുവതിയുടെ കുടുംബം ചവറ തെക്കുംഭാഗം പോലീസിൽ നൽകിയ പരാതിയിൽ കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട്. നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അതൊക്കെ സഹിച്ച തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും അമ്മ പറയുന്നു. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, അഥവാ ഞാൻ ചത്ത എന്നെ അയാൾ കൊന്നയാന്ന് വിചാരിച്ചോണം. അവളെ എന്റെ പൊടിമോടോട് ഈയിടെയും മെസ്സേജ് അയച്ചു പറഞ്ഞു, മോളെ അമ്മ ചാവത്തില്ല, അമ്മ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, അഥവാ അമ്മ ഇല്ലാതെ വന്ന മനസ്സിലാക്കിക്കോണം മോള് അച്ഛൻ കൊന്നയാണ്. മകൾ നേരിട്ടത് ക്രൂര പീഡനമാണെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള ന്യൂസ് 18 പറഞ്ഞു. അന്ന് തൊട്ട് അവൾ കോംപ്രമൈസ് ജീവിക്കുക, ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾ കോംപ്രമൈസ് തന്നെ ജീവിച്ചിട്ടിരുന്നത്. അത്ര രീതിയിലുള്ള വൃത്തികെട്ട സ്വഭാവമാണ് അവൻ, അത്ര പീഡനമാണ് അവൻ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അവിടെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. ഒന്നെന്ന് വേണം പറഞ്ഞാൽ 11 വർഷമായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. ഇപ്പം ലാസ്റ്റ് അത് പൂർണ്ണമാക്കിയെന്നുള്ളതേ ഉള്ളൂ. അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഭർത്താവ് സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നു. അതു പോയി, ഞാനും പോണു എന്നാണ് സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം കേസ് നടന്നത് UAE-ലായതിനാൽ നിലവിൽ UAE-ലെ നിയമ നടപടികളാണ് കേസിൽ പ്രധാനം. അതുല്യയുടെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തും. അസ്വാഭാവിക മരണമായതുകൊണ്ട് നടപടിക്രമങ്ങൾ നീളാനാണ് സാധ്യത. കേസിൽ വീഡിയോ തെളിവുകൾ നിർണായകമാകും. ന്യൂസ് 18 കൊല്ലം. കൊല്ലം തേവലക്കര ഹൈസ്കൂൾ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് സ്കൂൾ മാനേജ്മെന്റിനെയും KSEBയെയും പ്രതി ചേർക്കും. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും കേസെടുക്കും. അന്വേഷണത്തിന് ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിൽ 6 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ശാസ്താംകോട്ട CI ആകും അന്വേഷണ ഉദ്യോഗസ്ഥൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അലേക്കറും തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് 3:30 രാജ്ഭവനിൽ ആണ് കൂടിക്കാഴ്ച. സർവകലാശാല പ്രതിസന്ധി ചർച്ചയിൽ പ്രധാന വിഷയമാകും. സർവകലാശാല ഭേദഗതി ബിൽ, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവയിൽ ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഇതും ചർച്ചയ്ക്ക് വരുമെന്നാണ് സൂചന. സർക്കാർ അനുനയത്തിന്റെ പാതയിലേക്ക് എത്തിയ പശ്ചാത്തലത്തിൽ ഗവർണർ സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഉടക്കിടാൻ സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. KTU ഡിജിറ്റൽ സർവകലാശാല VC-മാരുടെ നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെ താൽക്കാലിക VC-മാരുടെ പുതിയ പട്ടിക സർക്കാർ നൽകിയിരുന്നു. സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കുന്നതും ചർച്ചയാകും എന്നാണ് വിലയിരുത്തൽ. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ ശേഖർ കുമാറിന് വിജിലൻസ് ചോദ്യം ചെയ്യും. ചൊവ്വാഴ്ച വിജിലൻസ് ഓഫീസിൽ ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. 2 കോടി രൂപയുടെ കോഴക്കേസിൽ 1-ാം പ്രതിയാണ് ശേഖർ കുമാർ. നേരത്തെ ഇടനിലക്കാരായ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. മാസപ്പടിക്കേസിൽ കൂടുതൽ പേരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. 13 പേരെ കക്ഷി ചേർക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. വീണ T, ശശിധരൻ കർത്ത, എക്സാലോജിക്, CMRL എന്നീ കമ്പനികളെയും കക്ഷി ചേർക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. CBI ED അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് നടപടി. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി സംബന്ധിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിൽ പരിശോധന നടത്തിയത്. 21 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് പണം കൈപ്പറ്റിയതിന്റെ തെളിവുകൾ വിജിലൻസ് കണ്ടെത്തി. തിരുവനന്തപുരത്ത് RTO ഉദ്യോഗസ്ഥൻ ഗൂഗിൾ പേ വഴി ഏജന്റുമാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം കാക്കനാട് RTO ഓഫീസിലെ MVIയുടെ അക്കൗണ്ടിൽ 8 ലക്ഷം രൂപ കണ്ടെത്തി. വാഹന ഡീലേഴ്സും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും നൽകിയ പണമാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. എറണാകുളം ഉദയം പേരൂർ സുന്നഹദോസ് പള്ളിയിൽ തർക്കം. വിമത വിഭാഗം വിശ്വാസികൾ കുർബാന തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ചതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ജനാഭിമുഖ കുർബാന അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം.
കൊച്ചിക്കാർ വലച്ച് സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കുഴികൾ. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് കുഴിച്ച വാട്ടർ അതോറിറ്റി ഒരു ഭാഗം മാത്രം ടാർ ചെയ്തു പോയി. മഴ കൂടി പെയ്തതോടെ തോടാണോ റോഡാണോ എന്നറിയാതെ കഷ്ടപ്പെടുകയാണ് യാത്രക്കാർ. റോഡിലെ കുഴി കേരളത്തിൽ പുതുമയല്ല. പക്ഷേ റോഡിന്റെ ഒരു ഭാഗം മാത്രം ടാർ ചെയ്തു പോകുന്ന കാഴ്ചകൾ അപൂർവമായിരിക്കും. യാത്രക്കാരുടെ ഈ ദുരിതം ആരോട് പറയാൻ? വളരെ മോശമാണ്. കുഴിയല്ലേ, വളരെ മോശമാണ്. ചിലപ്പോൾ വീഴാറുണ്ട് രാത്രി. ആകെ പോയി കിടക്കുക, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാനാ, നമുക്ക് ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് പറയാനാ? കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും തമ്മനത്തേക്കും കടവന്ത്രയിലേക്കും പോകാനുള്ള ലിങ്ക് റോഡിന്റെ ദയനീയ കാഴ്ചയാണിത്. കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിലാകുന്നത് സ്ഥിരം കാഴ്ചയായി മാറി. ഈ വഴി നിരന്തരം പോയാൽ വാഹനത്തിന്റെ മാത്രമല്ല മനുഷ്യന്റെയും എഞ്ചിൻ ഔട്ടാകും. റോഡിലെ കുഴി ആയതുകൊണ്ട് വണ്ടിക്ക് ചെലവ് ചെയ്യലേ മാത്രമേ ഉള്ളൂ. കിട്ടുന്ന ഡെയിലി ഒരു 1500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 500 രൂപയും ചെലവ് മാറ്റി വയ്ക്കണം. പിന്നെ അതിൽ ഇപ്പോൾ മന്ത്ലി ആയിക്കഴിഞ്ഞാൽ വണ്ടി സർവീസ് ആ ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഈ മഴ തുടങ്ങിയപ്പോൾ മുതൽ നടുവിൻ്റെ എട്ടപാട് തീരണയാണ്. ചില ആൾക്കാർക്ക് ഒരു തവണ 2 പ്രാവശ്യമൊക്കെ പോയാൽ മതി. ഞങ്ങളെപ്പോലുള്ള ഓട്ടോക്കാർ ആ ഫ്രണ്ടിൽ നിന്ന് ഒരു 15-20 തവണ ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാൻ. നടുവേദന കാരണം ഒരു രക്ഷയില്ല. അതൊന്ന് ശരിയാക്കാൻ ആരോട് പറയണമെന്ന് പോലും അറിയില്ല. ഇത് ആരാണ് ഇതിൻ്റെ ആൾക്കാരെന്നറിയില്ല. GCD ആണോ കോർപ്പറേഷൻ ആണോ ഇത് ആരാന്ന് നമുക്കറിയില്ലല്ലോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. GCDയോ കൊച്ചി കോർപ്പറേഷനോ ആരാണ് ഈ റോഡ് നന്നാക്കേണ്ടതെന്നതിൽ തർക്കം തുടരുകയാണ്. ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിന്റെ ഒരു വശം മാത്രം ടാർ ചെയ്തു പോയിട്ട് മാസങ്ങളായി. മറുവശത്തേക്കാണെങ്കിലോ അധികൃതരാരും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഇനിയും ഈ കുഴികളിൽ ചാടി നടുവൊടിഞ്ഞ് എത്ര നാൾ യാത്ര ചെയ്യണമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരവോട്ടത്തിനിടെ ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ബസ്സുകൾ തടഞ്ഞ് നാട്ടുകാരുടെയും വിവിധ യുവജന സംഘടനകളുടെയും പ്രതിഷേധം. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ തടയാനെത്തിയ യുവജന സംഘടനകളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ നാട്ടുകാർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഇടിച്ച് മരുതോങ്കര സ്വദേശിയായ അബ്ദുൾ ജവാദ് എന്ന വിദ്യാർത്ഥി മരിച്ചത്. കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഒമേഗ എന്ന ബസ് മറ്റൊരു ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന ജവാദിനെ ഇടിച്ചിടുകയും ബസിന്റെ ടയർ കയറി ഇറങ്ങി മരണം സംഭവിക്കുകയുമായിരുന്നു. അപകടത്തിന് പിന്നാലെ ഈ റൂട്ടിൽ അമിത വേഗതയിൽ പോകുന്ന സ്വകാര്യ ബസ്സുകൾ നിരന്തരം യാത്രക്കാരുടെ ജീവനെടുക്കുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അപകടമുണ്ടാക്കിയ ബസ് റോഡിൽ നിന്നും എടുത്തു മാറ്റാൻ അനുവദിക്കാതെ വഴിതടഞ്ഞു പ്രതിഷേധിച്ചു. പോലീസ് ഇടപെട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പിന്നാലെയാണ് ഇന്ന് രാവിലെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. സമരം നേരിടാനെത്തിയ പോലീസിന്റെ വാഹനത്തിന് മുന്നിൽ സമരക്കാർ റീത്തുവെച്ചു. കുറ്റ്യാടി റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയാൽ തടയുമെന്നാണ് പ്രതിഷേധക്കാരുടെ മുന്നറിയിപ്പ്. സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ സ്വകാര്യ ബസ് തന്നെയാണ് പോലീസ് ഉപയോഗിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്തവരെ ബലം പ്രയോഗിച്ച് മറ്റുള്ളവർ മോചിപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. ശക്തമായ രൂപത്തിലുള്ള സമരത്തിനാണ് UDYF-ന്റെ പ്രവർത്തകന്മാർ നേതൃത്വം കൊടുക്കുന്നത്. അതിനെ ഞങ്ങൾ DCC സെക്രട്ടറിയെ ആദ്യം അറസ്റ്റ് ചെയ്യുക, KSU സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക. ഇതാണോ മര്യാദ? കാലിക്കറ്റ് സർവകലാശാല ചാലിക്കര റീജിയണൽ സെന്ററിലെ PG വിദ്യാർത്ഥിയാണ് അപകടത്തിൽ മരിച്ച അബ്ദുൾ ജവാദ്. അപകടമുണ്ടാക്കിയ ഒമേഗ ബസ് ഡ്രൈവർക്കെതിരെ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. അപകടത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. മണ്ണിടിച്ചിലുണ്ടായ കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട്ടുമല അടിവാരത്തെ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് തിരികെ എത്തി. ഒരു കുടുംബം വാടക വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിന് ശാശ്വത പരിഹാരം ആണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. കുളങ്ങാട് മലയിൽ മണ്ണിടിച്ചിലിന് ശമനമുണ്ടായതോടെയാണ് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തിയത്. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഒരു കുടുംബം മാത്രം വാടക വീട്ടിലേക്ക് താമസം മാറ്റി. കുന്നിൽ നിന്നും മണ്ണും മരങ്ങളും വന്നു പതിച്ച വിനീതിയുടെ വീടാണ് മഴക്കാലം കഴിയും വരെ പൂട്ടിയിടാൻ തീരുമാനിച്ചത്. ഇവർക്ക് സമീപത്തായി സ്വകാര്യ വ്യക്തി സൗജന്യമായി വീട് വിട്ടു നൽകിയിട്ടുണ്ട്.
ശക്തമായി മഴ പെയ്താൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുള്ളതിനാലാണ് നേരിട്ട് ബാധിക്കുന്ന ഒരു കുടുംബത്തെ മാത്രം മാറി താമസിക്കാൻ നിർദ്ദേശിച്ചത്. മലയ്ക്ക് മുകളിൽ വിള്ളൽ വീണ ഭാഗത്തെ ഇളകിക്കിടക്കുന്ന മണ്ണ് പൂർണ്ണമായും വീണുകഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ സാധിക്കൂ. മണ്ണ് തട്ടുതട്ടുകളായി നീക്കം ചെയ്ത് മണ്ണിടിച്ചിൽ തടയാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 ചെറുവത്തൂർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ച് സർക്കാർ ആദായ നികുതി ബില്ലടക്കം സുപ്രധാന ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും. നാളെ മുതൽ അടുത്ത മാസം 21 വരെയാണ് സമ്മേളനം. Told us that they are willing to discuss all these issues which we have raised, and we have listed out the priority. We have said that there should be a comprehensive, structured discussion on Pahalgam, Operation Sindoor, the so-called statements of Donald Trump, where he is making reckless statements, and we have not seen any firm rebuttal from the part of the government of India. So we also told the government that we were part of the outreach, and if we are sent across to convince the other members of the parliament of other foreign nations, it's high time that the Indian parliament is taken into confidence. I even cited in the meeting that there was a Kargil review committee report which was placed in the parliament. And if we have gone across to convince other nations, it's for the Prime Minister to take this nation into confidence. We want the Prime Minister to come and make a statement, and on the basis of the statement, there should be a proper structured discussion. രാഗേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, നിരവധി ബില്ലുകൾ ഉൾപ്പെടെ വർഷകാല സമ്മേളനത്തിൽ ഉണ്ടാകും. പക്ഷേ അതിലേറെ പ്രധാനപ്പെട്ടതാണല്ലോ പഹൽഗാമിന് ശേഷം ഉണ്ടാകുന്ന സമ്മേളനം. പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണമെന്ന ആവശ്യത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നു എന്നുള്ളതാണല്ലോ ജോൺ ബ്രിട്ടാസിന്റെ ബൈറ്റിൽ നിന്നടക്കം നമുക്ക് വ്യക്തമാകുന്നത്. അതെ അഭിലാഷ്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണമെന്ന കാര്യത്തിൽ ഒരു ധാരണയായിരുന്നു. പ്രത്യേകിച്ച് പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച, ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിക്കണം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായും ഉന്നയിക്കണമെന്ന തീരുമാനത്തിലേക്കാണ് ഇന്ത്യ സഖ്യം എത്തിയത്. ഇന്നേതായാലും സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും ഇന്ത്യ സഖ്യം ആ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തണം. കാരണം പല കാര്യങ്ങളും ഇപ്പോഴും അറിയാനുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ആവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയം എന്ന് സർക്കാർ പറയുമ്പോൾ പോലും ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അത് സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പല ഘട്ടങ്ങളിലായി ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ ആകട്ടെ ആരുടെയും മധ്യസ്ഥ ശ്രമത്തോട് തുടർന്നല്ല ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത് എന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോൾ പോലും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് അമേരിക്കയുടെ ഇടപെടലാണ്, തൻ്റെ ഇടപെടലാണ് വെടിനിർത്തലിലേക്ക് എത്തിച്ചതെന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി ഏതായാലും 3 മാസം പിന്നിടുന്നു. അപ്പോൾ പോലും ഇതിന്റെ സൂത്രധാരർ, ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയവർ തുടങ്ങിയവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. അക്കാര്യം കൂടി, അങ്ങനെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനും ഏതായാലും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ, ഓപ്പറേഷൻ സിന്ദൂറും അതിനുശേഷം ലോകരാജ്യങ്ങളുടെ സന്ദർശനം ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം ആയിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണമെന്ന്. ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് രാഗേഷ് നൽകിയത്.